നമ്മൾ എന്താ പറയുക, ഞങ്ങളെല്ലാവരും തൃശ്ശൂർക്കാരാണ്. ഞങ്ങൾ പഠിച്ചതും ജനിച്ച് വളർന്ന എല്ലാം തൃശ്ശൂർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പൂരത്തിനോടും ഭയങ്കര ഒരു പൂരം വികാരം തന്നെയാണ് ശരിക്കും. അപ്പോൾ എന്തെങ്കിലും നല്ലൊരു പ്രൊഡക്റ്റ് പൂരത്തിന് വേണ്ടി ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ ഡെയിലി ഡിസ്കഷനിൽ പാർട്ടാണ് അത്. അപ്പോൾ അതിലെന്ത് യുണീക്കായിട്ട് ചെയ്യാമെന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ഇപ്പോൾ എയുടെ ഒരു ടൈമും കൂടിയാണല്ലോ, അപ്പോൾ അതുമായിട്ട് ബ്ലെൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ വന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള കനവ് കഥ എന്ന് പറയുന്ന ഒരു ടീമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല റെസ്പോൺസാണ് മൊത്തത്തിൽ കിട്ടി വരുന്നത്. അതെ, നല്ല വൈറലായി മാറിയിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം. അപ്പം ഇതിന്റെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം 4 ലക്ഷത്തോളം വ്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ ഫേസ്ബുക്കിലും പിന്നെ മിനിസ്റ്റർ ബിന്ദു മിസ് ഒക്കെ നല്ല രീതിയിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ നല്ല റിവ്യൂസ് ആണ്. എല്ലാവരും എന്താ പറയുക, നമുക്കറിയായിരുന്നു ഇത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇത് തൃശ്ശൂർക്കാർ നല്ല രീതിയിൽ ഏറ്റെടുക്കും. കാരണം നമുക്ക് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ആസ് എ ക്രിയേറ്റീവ് ഏജൻസിയുടെ പാർട്ടായതുകൊണ്ടും അതുപോലെ തന്നെ തൃശ്ശൂർക്കാരനായതുകൊണ്ടും നമുക്ക് ഈ വർക്ക് ചെയ്തതിൽ ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ അത് ആളുകളിലേക്ക് നല്ല രീതിയിൽ കിട്ടും തന്നെയാണ്. അത് നല്ല രീതിയിൽ കണക്ട് ആയിട്ടുണ്ട്. ആ റെസ്പോൺസ് അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്, നിങ്ങളെല്ലാം കേരളോർമ്മ ടീമാണ്, ഞാനും കേരളോർമ്മയാണ്. അപ്പോൾ ഇതിന് മുന്നിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടോ? അതെ, ഉറപ്പായിട്ടും. ഞങ്ങൾ എന്താ പറയുക, 2016 തൊട്ടിട്ടുള്ള ബാച്ചുകളിലെ സ്റ്റുഡൻസ് ആണ്. അതിലൊരു 3-4 ബാച്ചിലത്തെ ആൾക്കാരെല്ലാവരും ഉണ്ട് ഞങ്ങൾ. അപ്പോൾ നമ്മൾ ആ സമയം തൊട്ട് ചെറിയ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയ ടീമാണ്. അങ്ങനെ ഒരു അഡ്വർടൈസിങ് ഏജൻസി ആയിട്ട് മാറിയതാണ്. ലോക്ക്ഡൗൺ കഴിഞ്ഞ ഒരു സമയം തൊട്ടിട്ട് ഇപ്പോൾ തൃശ്ശൂർ കോട്ടപ്പുറത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ക്രിയേറ്റീവ് ആഡുകളും പിന്നെ കോണ്ടന്റ് ക്രിയേഷൻസും ഒക്കെ ആയിട്ട് കുഴപ്പമില്ലാത്ത പോവാണ്. അപ്പോൾ എല്ലാത്തിനെയും ബേസ് ശരിക്കും കേരള ഓർമ്മയെന്നാണ്, ആ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ശരിക്കും ഇപ്പോഴും ഇങ്ങനെ പോകുന്നത്. അതെ, ഉറപ്പായിട്ടും.